IC ബാലകൃഷ്ണനും ND അപ്പച്ചനും ഒളിവിലല്ലെന്ന് ടി സിദ്ദിഖ് MLA. ആരും ഒളിവിൽ പോകേണ്ട സാഹചര്യമില്ല. പാർട്ടി കമ്മീഷൻ എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. NM വിജയന്റെ കുടുംബത്തെ പാർട്ടി ചേർത്ത് പിടിക്കുമെന്നും ടി സിദ്ദിഖ് പറഞ്ഞു. പാർട്ടി നേതൃത്വത്തോടും പാർട്ടി പ്രവർത്തകരോടും ഒക്കെ അവർ പറഞ്ഞിരിക്കുന്നത് അവരുടെ ഭാഗത്ത് വീഴ്ചകളും തെറ്റുകളും ഇല്ല എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം അറിയാൻ ഒരു കമ്മീഷൻ വെച്ചു. ആ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരട്ടെ. ആ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നത് വരെ കാത്തു നിൽക്കുക. ഈ പണം ഏത് രീതിയിൽ ആരൊക്കെ വാങ്ങി ഏതൊക്കെ ആവശ്യത്തിന് ഉപയോഗിച്ചു, ഇവർ വല്ലവരും ഇതിൽ പങ്കാളിത്തം ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടണമല്ലോ. അത് പരിശോധിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് കമ്മിറ്റി വെച്ചത്. പ്രാഥമികമായി ഇതങ്ങ് എല്ലാം പാർട്ടി ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നതല്ല ഉചിതം. അന്ന് പറഞ്ഞത് അങ്ങനെയാണ്. ഏറ്റെടുക്കുമെന്നോ ഏറ്റെടുക്കില്ല എന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങളിപ്പോ ഒരു കാര്യം പറയുന്നു, ആ കുടുംബത്തെ തള്ളിപ്പറഞ്ഞ് വിജയേട്ടന്റെ സെന്റിമെന്റ്സിനെ തള്ളിപ്പറഞ്ഞ് പാർട്ടി മുന്നോട്ട് പോയില്ല. ആ കാര്യം നിങ്ങളോട് തുറന്നു പറയുന്നു. ഞങ്ങൾ ആ കുടുംബവുമായി അവർ ആശുപത്രിയിൽ ഈ വിവരം അറിഞ്ഞ ഉടനെ പ്രിയങ്ക ഗാന്ധി കുടുംബത്തെ വിളിച്ചു. പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ കുടുംബത്തെ വിളിച്ചു. പ്രധാനപ്പെട്ട ആളുകൾ പാർലമെന്റ് മണ്ഡലവുമായി ബന്ധപ്പെട്ട എല്ലാവരും ആശുപത്രിയിൽ പോയി. ഇതിലെല്ലാവരും ഇതിന്റെ കുടുംബത്തിന്റെ സെന്റിമെന്റ്സിന്റെ കൂടെ. അതിലാരെയും തള്ളിപ്പറയുന്ന പ്രശ്നമില്ല. ഷബീർ ഒമറുണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. ഷബീർ, DCC ട്രഷററുടെ മരണവുമായി ബന്ധപ്പെട്ട് വയനാട്ടിലെ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ അങ്ങുമിങ്ങും തൊടാതെയുള്ള ഒരു പ്രതിരോധമാണല്ലോ ടി സിദ്ദിഖിന്റേത്. സ്നേഹ, തീർച്ചയായും ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട രണ്ട് നേതാക്കളെയും പ്രതിരോധിക്കുന്നതിനോടൊപ്പം ഈ കേസുമായി കോൺഗ്രസിന് ബന്ധമില്ല, കോൺഗ്രസിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് ടി സിദ്ദിഖ് MLA. NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിൽ പേര് പരാമർശിക്കപ്പെട്ടതോടെയാണ് IC ബാലകൃഷ്ണൻ MLAയും DCC അധ്യക്ഷൻ ND അപ്പച്ചനെയും പോലീസ് പ്രതി ചേർത്തത്. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തുകയും ചെയ്തത്. ഇതിന് പിന്നാലെ, അതായത് ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടതോടെ ഇരുവരുടെയും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി. ഇവർ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറുകയും ചെയ്തു. മുൻകൂർ ജാമ്യാപേക്ഷയും സമർപ്പിച്ചു. ഇതിന് ശേഷമാണ് ഇപ്പോൾ ടി സിദ്ദിഖ് MLA പറയുന്നത് ഇരുവരും ഒളിവിൽ പോയിട്ടില്ല, ഇരുവരും ഒളിവിൽ പോകേണ്ട സാഹചര്യവുമില്ല എന്ന് ടി സിദ്ദിഖ് MLA വിശദീകരിക്കുന്നത്. അതേസമയം തന്നെയാണ് ഇവർക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ, ഈ പ്രത്യേകിച്ച് ഈ ആത്മഹത്യാ കുറിപ്പിൽ പേര് പരാമർശിക്കപ്പെട്ടതൊപ്പം തന്നെ KPCC അധ്യക്ഷന് NM വിജയൻ എഴുതിയ കത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം അതിലൊന്നും പ്രതികരിക്കാതെ, അതൊന്നും തൊടാതെയുള്ള പ്രതികരണമാണ് ടി സിദ്ദിഖ് MLAയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത്തരം കാര്യങ്ങൾ, അതായത് ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ടടക്കം ഉയർന്നു വന്ന ആരോപണങ്ങളടക്കം പാർട്ടി കോൺഗ്രസ് നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ പരിശോധിക്കും. ഈ അന്വേഷണ കമ്മീഷന്റെ പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ നടത്താമെന്ന് മാത്രമാണ് ടി സിദ്ദിഖ് MLA പറയുന്നത്. മറ്റു കാര്യങ്ങളിലേക്ക്, അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾ, നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലടക്കം ടി സിദ്ദിഖ് MLA പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയുമാണ് ചെയ്തത്. പാർട്ടി അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കൂടുതൽ പ്രതികരണങ്ങൾ നടത്തൂ എന്നുമാണ് ടി സിദ്ദിഖ് MLA വിശദീകരിച്ചത്. അതോടൊപ്പം തന്നെയാണ് നാളെ വയനാട്ടിൽ INTUC ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്, പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതർക്ക് പുനരധിവാസം എത്രയും വേഗത്തിൽ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇത്തരമൊരു പ്രതിഷേധം നാളെ സംഘടിപ്പിക്കുന്നത്. ഈ പ്രതിഷേധ പരിപാടിയിൽ DCC അധ്യക്ഷനും ഒപ്പം തന്നെ പ്രമുഖ നേതാവായിട്ടുള്ള MLA കൂടിയായിട്ടുള്ള IC ബാലകൃഷ്ണനും പങ്കെടുക്കുമോ എന്ന ചോദ്യം കൂടി മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചിരുന്നു. എന്നാൽ അക്കാര്യത്തിലും ടി സിദ്ദിഖ് ഒഴിഞ്ഞു മാറുന്ന മറുപടിയാണ് നൽകിയത്. അവർ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ തനിക്ക് അറിവില്ല, അത് INTUC സംഘടിപ്പിക്കുന്ന പരിപാടിയാണ്, താൻ പങ്കെടുക്കും, തന്നെ ക്ഷണിച്ചിട്ടുണ്ട്, ആരെയെല്ലാം ക്ഷണിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തനിക്ക് അറിവില്ല എന്ന ഒഴിഞ്ഞുമാറൽ മറുപടിയുമാണ് ടി സിദ്ദിഖ് MLA നടത്തിയത്. ഈ നേതാക്കളെ പ്രതിരോധിക്കുന്നതോടൊപ്പം ഇപ്പോൾ കോൺഗ്രസിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക കൂടിയാണ് ടി സിദ്ദിഖ് MLA നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് പാർട്ടി അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ തുടർ പ്രതികരണം നടത്തൂ എന്നുമാണ് അദ്ദേഹം സ്വീകരിച്ച നിലപാട്. സ്നേഹ. ശരി ഷബീർ.